കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് എല്ലാവരും വളരെ വൈകി എടുക്കുന്ന ഒരു ഡിസിഷനാണ്. നമ്മുടെ കരിയറിനെ ഫീഡ് ചെയ്തത് മാർക്സ് അല്ല, നമ്മുടെ സ്കിൽസ് ആണ്. കരിയർ ഷിഫ്റ്റിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ല. കരിയർ ഗൈഡൻസിനെ കുറിച്ചൊന്ന് പറയാം. കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് എല്ലാവരും വളരെ വൈകി എടുക്കുന്ന ഒരു ഡിസിഷനാണ് സത്യം പറഞ്ഞാൽ. കാരണം കുട്ടികളുടെ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും 10th എത്തുമ്പോഴൊക്കെയാണ് പല പാരൻസ്, 12th എത്തുമ്പോഴാണ് പല പാരൻസും കരിയർ ഗൈഡൻസ് വേണം എന്ന് പറഞ്ഞ് വരാറ്. ശരിക്കും കരിയർ ഗൈഡൻസ് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ഒരു 8th എത്തുമ്പോഴാണ്, അവരുടെ സബ്ജക്ട് സെലക്ഷൻസ് വരുന്ന സമയത്ത്, ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുത്താൽ മാത്രമാണ് അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടോ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ടോ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കരിയർ ഗൈഡൻസ് പാരൻസ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെയധികം ശ്രദ്ധിച്ചും കെയർഫുൾ ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 8th നിന്ന് 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ എടുക്കുമ്പോൾ അവർക്ക് 8th സ്പെഷ്യലൈസേഷൻ വരും, സയൻസിലായാലും മാത്സിലായാലും ഒക്കെ വരുമ്പോൾ അവർക്ക് അതിനോട് താല്പര്യമുണ്ടോ ഇല്ലയോ, അവർക്ക് ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, 11th 12th സബ്ജക്ട്സ് സെലക്ട് ചെയ്യാനും പിന്നീട് മുന്നോട്ട് പോകാനും പറ്റും. കരിയർ ഗൈഡൻസ് പലപ്പോഴും എല്ലാവരും ചെയ്യുക ഫോർവേഡ് പ്ലാനിങ് ആണ്. ആക്ച്വലി കരിയർ ഗൈഡൻസിന് വേണ്ടത് ബാക്ക്വേർഡ് പ്ലാനിങ് ആണ്. അതായത് നമ്മുടെ ലക്ഷ്യം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ഏത് PG നമ്മൾ എടുക്കും, ഏത് ഡിഗ്രി നമ്മൾ എടുക്കും, അതിനനുസരിച്ച് ഏത് കോഴ്സാണ് 11th and 12th നമ്മൾ എടുക്കേണ്ടത്, അത് കിട്ടാനായിട്ട് എത്ര മാർക്ക് നമ്മൾ 10th സ്കോർ ചെയ്യണം. അങ്ങനെ ഒരു ബാക്ക്വേർഡ് പ്ലാനിങ് ചെയ്യുമ്പോഴാണ് ശരിക്കും കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ കരിയർ പാത്തായിട്ട് മാറുള്ളൂ. നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അതെ, റൂട്ട് മാപ്പ് പോലെ പോവുക. ഇപ്പൊ നമുക്കൊരു ലക്ഷ്യം അറിയാതെ ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി നമ്മളെ വിട്ട് കഴിഞ്ഞ് നമ്മൾ ഏത് ബസ്സിൽ കയറി പോകും. അതേസമയം നമുക്കൊരു സ്ഥലം അറിയാമെങ്കിൽ നമുക്ക് അതിലോട്ടുള്ള പല ബസ്സുകളും നമ്മുടെ മുമ്പിൽ വരുന്നതിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെയാണ് പല പിള്ളേർക്കും അറിയില്ല എവിടെ എത്തണം, എന്ത് ചെയ്യണം. പൈസ ഉണ്ടാക്കണം എന്നറിയാം, പൈസ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്തിലൂടെ ഇല്ല ഏത് കരിയർ ചൂസ് ചെയ്തിട്ട് എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പൊ അതാണ് ആദ്യം അവർ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് വേണം ബാക്ക്വേർഡ് ആയിട്ട് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകാനായിട്ട്. അതാണ് ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. 9th ക്ലാസ്സിലും 10th ക്ലാസ്സിലും എത്തിയിട്ട് ചില കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യക്കുറവുണ്ട്, പഠിക്കാൻ കഴിയുന്നുമില്ല. ഇത് പാരൻസിന് ശരിക്കും ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ആക്ച്വലി പല പാരൻസ് ഇവിടെ വരുന്നവർ പറയുന്നൊരു പ്രശ്നമാണ്, ഒറ്റയ്ക്ക് പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് പഠിക്കുന്ന ചിന്ത പോലും ഒരു ബോധം ഇല്ല പിള്ളേർക്ക് എന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം കുട്ടികൾക്ക് നമ്മൾ അതിൻ്റെതായ രീതിയിൽ അവർക്ക് സെൽഫ് സ്റ്റഡി കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, ഇല്ലെങ്കിൽ ഒരു സ്റ്റഡി റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. 2 ദിവസം നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ ചെയ്യും, 4ാമത്തെ ദിവസം തൊട്ട് അവർ വീണ്ടും പഴയതുപോലെ ആവും. അപ്പം അവർക്ക് എഡ്യൂക്കേഷൻ്റെ വാല്യൂ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണത് ആ ഒരു ഇൻട്രസ്റ്റ് അവരിൽ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ചില പിള്ളേർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാം, അപ്പോൾ പാരൻസ് അത് തിരിച്ചറിയാതെ ആയിരിക്കാം ചിലപ്പോൾ ഇവരെ കുറ്റം പറയുന്നത്. ചിലപ്പോൾ ഡിസ്ഗ്രാഫിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ എന്താണ് അവർ ശരിക്കും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്നുള്ളത് പാരൻസിന് മനസ്സിലാക്കാൻ പറ്റണം. അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് എടുത്ത് മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിലൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ 2 മക്കൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ 2 മക്കൾക്ക് 2 സ്റ്റഡി റുട്ടീനും 2 സ്റ്റഡി പാറ്റേണും ആയിരിക്കും. അപ്പം അവരെ ഒരേപോലെ ഇരുത്തി പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ ഒരാൾ കേട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരാൾ കണ്ടോ എഴുതിയോ പഠിക്കുന്ന ഒരു കൊച്ചായിരിക്കാം. അപ്പോൾ 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റഡി റുട്ടീൻ കൊടുത്ത് അവരെ സെൽഫ് സ്റ്റഡി കപ്പാസിറ്റിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ചീത്ത പറഞ്ഞാലോ അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യം ഇല്ല എന്ന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ കമ്പയർ ചെയ്തിട്ടോ ഒന്നും അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഈ എഡ്യൂക്കേഷനിൽ നോക്കുമ്പോൾ ഈ മാർക്കിനാണോ ഇമ്പോർട്ടൻസ് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സ്കില്ലിനാണോ ഇമ്പോർട്ടൻസ് വേണ്ടത്? എന്താണ്? മാർക്സിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, മാർക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ മാർക്സ് വാല്യൂഡ് ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ കരിയറിനെ ഫീഡ് ചെയ്തത് മാർക്സ് അല്ല, നമ്മുടെ സ്കിൽസ് ആണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരിയർ എത്രത്തോളം കൊണ്ടു നടക്കുന്നോ ആ സമയത്തൊക്കെ കരിയറിൽ ഡെവലപ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സ്കില്ലാണ് ആ കരിയറിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്, ഫീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മാർക്സിന് ഒരു പരിധി വരെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും മാർക്സിനെക്കാട്ടും കൂടുതലായിട്ട് എൻ്റെ മക്കൾക്ക് സ്കില്ലുണ്ടോ, ആ സ്കില്ലിന് അനുയോജ്യമായിട്ടുള്ള ഒരു കരിയർ ആണോ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആ സ്കില്ല് അവർക്ക് പൂർണ്ണമായിട്ടും ആ കരിയറിൽ
ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ എന്താ പറയുക തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോഴേ അവിടെ കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സ്റ്റക്കായി പോകും. നമുക്ക് മാർക്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പക്ഷെ കരിയറിൽ ഒരു ഗ്രോത്ത് ഇല്ല, കരിയറിൽ ഒരു ഹാപ്പിനെസ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ അവിടെ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ സ്കില്ലാണ് നമ്മുടെ ഫീൽഡ് ലോങ് ടേമിലേക്ക് എപ്പോഴും പോകുമ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതെ, സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചിലപ്പോൾ ഈ 35 വയസ്സ് അല്ലെ 40 വയസ്സാകുമ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ് ആൾക്ക് കരിയർ ഷിഫ്റ്റ് വേണം എന്നുള്ളത്. ഇത് ശരിക്കും പ്രാക്ടിക്കൽ ആണോ? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കരിയർ ഷിഫ്റ്റിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ആക്ച്വലി കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നതല്ല ലേറ്റ് ആവുന്നത്, അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അവിടെ ആക്ച്വലി ലേറ്റ് ആയി പോകുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഫിയർ ആണ് അല്ലേ, ഒരു കരിയറിൽ നിന്ന് വേറൊരു കരിയറിലേക്ക് മാറുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ചേഞ്ചസ് വരുമോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമുക്കില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും നമുക്ക് ആ കരിയറിലേക്ക് മാറുമ്പോൾ കിട്ടുമോ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ, ഇപ്പോൾ ഉള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൊസൈറ്റീനെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ ചോദ്യങ്ങളെ ഉത്തരം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ആ ഫിയർ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ശരിക്കും കരിയർ സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മളെ ബോദർ ചെയ്യുന്നത്. അല്ലാതെ കരിയർ സ്വിച്ച് ചെയ്യാൻ നമുക്ക് പറ്റാത്തതല്ല. കരിയർ സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്കിൽസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി ആൾ തീരുമാനിക്കുകയാണ് കരിയർ ഷിഫ്റ്റ് വേണം എന്നുള്ളത്, പക്ഷേ സ്വന്തമായി തീരുമാനം എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു വ്യക്തി എന്താണ് ചെയ്യുക? ഒരു കരിയർ എടുക്കാനായിട്ട് ചില ആൾക്കാർക്ക് അവരുടെ സ്കില്ല് പണ്ടേ തിരിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ടാവും, അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ചില ആൾക്കാർ ചിലപ്പോൾ പാരൻസിന്റെ നിർബന്ധപ്രകാരം കയറിയതായിരിക്കാം ആ ഒരു ജോലിയിൽ. അപ്പോൾ അവർക്ക് അവരുടെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ഫിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഇപ്പോൾ സൈക്കോമെട്രി ടെസ്റ്റോ ഇല്ലേ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റുകൾ പോലെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിൽസിനെയും പൊട്ടൻഷ്യൽസിനെയും മനസ്സിലാക്കുക. എന്നിട്ട് അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കരിയറിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഇന്നർ ഹാപ്പി ആയിരിക്കും, അതേപോലെ തന്നെ നമുക്ക് കരിയറിൽ ഒരു ഗ്രോത്തും ഉണ്ടാവും. അപ്പോൾ രണ്ടും കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, കരിയർ സ്വിച്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ പലരും പറയുന്നതാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ബിസിനസ് ചെയ്താൽ വിജയിക്കോ എന്നുള്ളതാണ് അവർക്ക് പേടി എന്ന് പറയും. പക്ഷെ ബിസിനസ് ചെയ്യാൻ കഴിവും അതിനുള്ള സ്കില്ലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിമാൻഡിന് മാർക്കറ്റ് ഡിമാൻഡ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് അവർ ആ ബിസിനസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അത് വിജയിക്കും. അപ്പൊ അതിന് വേണ്ടത് സ്ട്രാറ്റജിയാണ്. അല്ലാതെ അവർക്ക് ആ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന് സ്കില്ലും പൊട്ടൻഷ്യലും തിരിച്ചറിയുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം. സ്വന്തമായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ശരിക്കൊരു അതെ, വിദഗ്ധർ, കരിയർ ഗൈഡൻസ്, കരിയർ കോച്ചുമാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഹെൽപ്പ് എടുത്ത്, ബിസിനസ് കോച്ചുകളുണ്ട്, അപ്പൊ അവരുടെ ഹെൽപ്പ് എടുത്ത് അവരോട് ചോദിച്ച് അവരും ഒപ്പം തീരുമാനിച്ചൊരു കരിയർ പാത്ത് ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു കരിയർ റൂട്ട് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സഞ്ചരിക്കുക. നമുക്കൊരു വഴി അറിയാതെ നമ്മൾ പോകുമ്പോൾ ഗൂഗിൾ മാപ്പിന്റെ ഹെൽപ്പ് എടുക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇങ്ങനത്തെ കോച്ചുമാരുടെ ഹെൽപ്പ് എടുത്തിട്ട് അവരുടെ സഹായത്തോടു കൂടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത്.